ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിജോഷ്. നമ്മൾ തമ്പനയിൽ കണ്ട പോലെ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ അല്ല എന്ന് നോക്കാൻ പോവുകയാണ്. നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിക്കോട്ടെ, ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ബിസിനസ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി അറിയേണ്ടതുണ്ട്. ചിലപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ അത് നമ്മളെ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സഹായകരമായി തീർന്നേക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് മറ്റുള്ള ബിസിനസ്സും തമ്മിലുള്ള കമ്പാരിസൺ ബിറ്റ്വീൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ആൻഡ് ഇ-കൊമേഴ്സ് ആൻഡ് ഫിസിക്കൽ സ്റ്റോർ. ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ തമ്മിലുള്ള കമ്പാരിസണാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബഡ്ജറ്റ് നോക്കാനുണ്ട്, ഈ 3 ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ബിഗിനർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് വെബ്സൈറ്റിൻ്റെ ക്രിയേഷനും, നമ്മൾ ഷോപ്പിഫൈയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോപ്പിഫൈയിലെ വെബ്സൈറ്റ് ക്രിയേഷനും, പിന്നെ പ്രോഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതും, അത് നമ്മൾ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നുള്ളതും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഒരു തുടക്കക്കാരൻ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക, ഇനേബിൾ ചെയ്തിടുക. അപ്പോൾ ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഫുൾ സ്ട്രക്ചർ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മാർക്കറ്റിംഗ് രീതി, അത് എത്ര പേരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും, ആ ബിസിനസ്സിന് ഇപ്പോൾ സ്കോപ്പ് ഉണ്ടോ, അത് എത്രത്താൾ നമ്മൾ ലോങ് ടൈം ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരിക്കലും ആരും എടുത്തു ചാടിയിട്ട് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. നമ്മൾ കുറേ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം മാത്രം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അത് ഏത് ബിസിനസ് ആയിക്കോട്ടെ, നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിക്കോട്ടെ, ഇ-കൊമേഴ്സ് ആയിക്കോട്ടെ, സാധാരണ ഏത് ബിസിനസ് ആയാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാകുന്നു കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മളൊരു ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോടു കൂടി ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്നും ഇ-കൊമേഴ്സ് എന്താണെന്നും ഫിസിക്കലായിട്ടുള്ളത് നമ്മളെങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഏകദേശം ഒരു ബഡ്ജറ്റ്, ഒരു മിനിമം ബഡ്ജറ്റാണ്, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു എക്സാമ്പിൾ രീതിയിൽ ചെയ്തതാണ്. ആക്ച്വൽ എമൗണ്ട് ചിലപ്പോൾ മേ ബി വേരിയേഷൻ വരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് എന്താക്കാം, നമ്മൾ എന്തായാലും നമ്മളെ ഷോപ്പിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ മാർക്കറ്റ് നമ്മൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെല്ലാം നമ്മൾ വരാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ആ ഷോപ്പിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഏരിയകളിലെല്ലാം ഉള്ള ആൾക്കാർ ഇതിനെപ്പറ്റി അറിയുകയും നമ്മളെ സാധനങ്ങൾ നമ്മളെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് ഫിസിക്കലായിട്ട് വന്നിട്ട് വാങ്ങിയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ വാങ്ങിയിട്ട് പോവുകയും ചെയ്യും. ഇതാണ് നമ്മളെ ഷോപ്പ്. ഇനി ഒരു ഇ-കൊമേഴ്സ് സ്റ്റോറിൽ നമ്മൾ എങ്ങനെയാണ് നോക്കാം. നമ്മളെന്തായാലും ഹോൾസെയിൽ ഡീലറെ കണ്ടെത്തണം. അവിടെ നമ്മളെ ഇൻവെൻട്രി, അതായത് വെയർ ഹൗസിലേക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യണം. നമ്മൾ പ്രോഡക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു വെബ്സൈറ്റ് വേണം. വെബ്സൈറ്റിൽ നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നു, നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയ വഴി പല രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. കസ്റ്റമർ നമ്മൾ വെബ്സൈറ്റിലേക്ക് ഓർഡർ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വെയർ ഹൗസിൽ നിന്ന് കൊറിയർ സർവീസ് വഴി നമ്മൾ തന്നെ പാക്ക് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഇത് നോക്കാം. നമുക്ക് ഹോൾസെയിൽ ഡീലറെ കണ്ടെത്തണം, എന്തായാലും ആവശ്യമാണ്. അതിനുശേഷം നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കും, നമ്മുടെ ഓൺ വെബ്സൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യും. മാർക്കറ്റിംഗ് പലതരത്തിൽ നമ്മൾ ചെയ്യും. സോഷ്യൽ മീഡിയ വഴി കൂടുതലായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിൾ എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ വന്നിട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ നമ്മളെ വെബ്സൈറ്റിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഹോൾസെയിൽ ഡീലർക്ക് അയച്ചു കൊടുക്കുകയും കസ്റ്റമർ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. ഹോൾസെയിൽ ഡീലറാണ് അതിൻ്റെ ഫുൾ ഡെലിവറി അവരാണ് ചെയ്യുന്നത്. ഹോൾസെയിൽ ഡീലർ നമ്മുടെ കസ്റ്റമറിലേക്ക്
ഡെലിവറി ചെയ്യും. ഇനി ബഡ്ജറ്റിൻ്റെ കാര്യം എടുത്താൽ നമുക്കൊരു ഇ കൊമേഴ്സ് സ്റ്റോർ തുടങ്ങാൻ ജസ്റ്റ് നമ്മളൊരു മിനിമം എമൗണ്ട് വെച്ചിട്ടാണ് പറയുന്നത്. ഒരു വെബ്സൈറ്റ് പർച്ചേസിങ്ങിനൊരു 2000, വെയർ ഹൗസിന് 50,000, 50,000 പോരാ, ഒരു 1 lakh വെച്ചിട്ട് കൂട്ടാം. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസിങ്, ഇത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം, അത് നമ്മൾ വെയർ ഹൗസിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ പ്രോഡക്റ്റ് പർച്ചേസിങ് എല്ലാം കൂടി ഒരു 2 ലക്ഷം രൂപ എന്തായാലും വേണ്ടി വരും, മിനിമം ബഡ്ജറ്റാണ്. പിന്നെ നമുക്ക് ലേബർ ചാർജ്, ലേബറിൻ്റെ ആവശ്യമുണ്ടാവും. ചിലപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനും കൊറിയർ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനെല്ലാം ലേബറുടെ ആവശ്യമുണ്ടാവും. അപ്പോൾ ലേബറുടെ ഒരു ചാർജ് 8,000 നമ്മളൊരു മിനിമം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. മാർക്കറ്റിംഗ് 2,000 വിട്ടിട്ടുണ്ട്. മാർക്കറ്റിംഗ് നമ്മൾ സോഷ്യൽ മീഡിയ ചെയ്യാം. നമുക്ക് FB ആഡ്, ഇൻസ്റ്റ, അങ്ങനെ യൂട്യൂബ്, അങ്ങനെ നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ. അതിലേതെങ്കിലും വെച്ചിട്ട് മാർക്കറ്റിങ്ങിന് എല്ലാത്തിനും കൂടി ഒരു മിനിമം എമൗണ്ടാണ്. ഇത് ഇപ്പോൾ കോസ്റ്റ് വന്നിട്ടുള്ളത് 3,12,000, ഏകദേശം ഒരു 4 ലക്ഷം കൂട്ടാം. പിന്നെ നമുക്കൊരു നമ്മുടെ ട്രഡീഷണൽ സ്റ്റോറിൻ്റെ നമുക്കൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഷോപ്പിന് ഒരു 50,000 റെൻറ്റ്, പിന്നെ നമ്മളെ ഫർണിഷിങ് എല്ലാം കൂടി ഒരു 50,000, 50,000 രൂപ ഫർണിഷിങ്ങും, 50,000 രൂപ ഷോപ്പിൻ്റെ അഡ്വാൻസ് ആണ് കേട്ടോ. അത് നമുക്ക് ഷോപ്പ് റെൻറ്റിനാണല്ലോ ഷോപ്പ് എടുക്കുക. അപ്പോൾ അഡ്വാൻസ് അതും ഫർണിഷിങ് 50,000, പിന്നെ നമ്മളെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു 2 ലക്ഷം. ട്രഡീഷണൽ മാർക്കറ്റ് രീതി വെച്ച് ഒരു 5,000 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്തിട്ട് 3,50,000. എനിക്ക് തോന്നുന്നു ഇ കൊമേഴ്സ് സ്റ്റോർ തുടങ്ങാൻ കുറച്ചുകൂടി കൂടുതൽ ബഡ്ജറ്റ് ആവുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ പർച്ചേസിങ്ങിന് ക്യാഷ് വേണം. അത് നമുക്ക് ഡൊമൈൻ പർച്ചേസിങ്ങും വെബ്സൈറ്റ് പർച്ചേസിങ്ങും എല്ലാം കൂടി 2,000 ഉള്ളിൽ ഒതുങ്ങും. ഷോപ്പിഫൈ ആണെങ്കിൽ നമുക്ക് ഷോപ്പിഫൈയിൽ 3 മാസം ഫ്രീ ട്രയൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്യാഷ് അവർ ഈടാക്കാൻ തുടങ്ങുള്ളൂ. ഇപ്പോൾ 2,000 വെബ്സൈറ്റ് പർച്ചേസിങ്, പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് 2,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. അത് മിനിമം എമൗണ്ട് 2,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്കൊരു ബിസിനസ് പ്ലാനാണ് നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോസും കോൺസും നോക്കാം. ഫിസിക്കൽ സ്റ്റോറിൻ്റെ പ്രോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഷോപ്പിംഗ് അനുഭവം. അതായത് നമുക്ക് ഫിസിക്കൽ പ്രോഡക്റ്റ് നേരിട്ട് കാണുകയും നമുക്ക് അതിൻ്റെ ക്വാളിറ്റി എല്ലാം കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അനുഭവിച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. പിന്നീട് ഉടനടി ഉൽപ്പന്ന സംതൃപ്തി എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ക്യാഷ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ സാധനം കിട്ടുന്നു, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. പേഴ്സണൽ കസ്റ്റമർ ഇൻട്രാക്ഷനാണ്. വ്യക്തിപരമായിട്ട് ആശയവിനിമയം നടത്തി ഡയറക്റ്റായിട്ട് ഐ കോണ്ടാക്റ്റിൽ ആശയം നടത്തിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രീതിയാണ്. ലോക്കൽ കസ്റ്റമറെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു ഇതുണ്ട്. കാരണം നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തുള്ള ആൾക്കാരായിരിക്കും ഒരുപാട് കസ്റ്റമർ കൂടുതലുണ്ടാവുക. അപ്പോൾ അവരുടെ ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുക്കാനും വീണ്ടും വീണ്ടും അവർക്ക് വരാനും വേണ്ടിയിട്ടും അവിടെ ഒരു റിലേഷൻഷിപ്പ് സാധിച്ചെടുക്കാൻ ഫിസിക്കൽ സ്റ്റോറിൽ കഴിയും. പറഞ്ഞ പോലെ തന്നെ ഫേസ് ടു ഫേസ് കസ്റ്റമർ സർവീസാണ് പ്രോസ്. പിന്നെ അതിൻ്റെ കോൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹയർ അപ്ഫ്രോണ്ട് കോസ്റ്റ് ആൻഡ് ഓവർ. അതായത് നമുക്ക് ഒരു ഫിസിക്കൽ സ്റ്റോർ തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുതൽ മുടക്ക്, നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും, അത് നമുക്ക് കൂടുതലാണ്. കൂടുതൽ ആണെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മറ്റ് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ അപേക്ഷിച്ച് കൂടുതലാണ്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ മറ്റേ ബഡ്ജറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് കാണും. ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ അപേക്ഷിച്ചിട്ട് നമുക്കൊരു ഫിസിക്കൽ സ്റ്റോർ തുടങ്ങാൻ എത്രത്തോളം എമൗണ്ട് ആവുന്നുള്ളത്. അത് മിനിമം ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. മിനിമം എമൗണ്ടാണ്, അതല്ല ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതെന്ന് മാത്രം. പിന്നെ ലിമിറ്റഡ് ജിയോഗ്രഫിക്കൽ റീച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമുക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ട് എത്ര ആളുകളിലേക്ക് അത് എത്തിച്ചേരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ലോക്കൽ ഫിസിക്കൽ സ്റ്റോറിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ എത്ര മാർക്കറ്റ് ചെയ്താലും
അതിലേക്ക് എത്തിപ്പെടാവുന്ന ആൾക്കാരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഷോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള ആളുകളിലേക്ക് മാത്രമേ അത് എത്തിച്ചേരൂ. ഇനി അഥവാ വലിയ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ബ്രാൻഡ് ഷോപ്പാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജില്ല അല്ലെന്നുണ്ടെങ്കിൽ 2-3 ജില്ല, ആ ജില്ലയിലുള്ള അവർ മാത്രമേ നമുക്ക് സാധനങ്ങൾ വാങ്ങാനും റീച്ചായി കിട്ടുന്നുള്ളൂ. അതിൻ്റെ പൊട്ടൻഷ്യൽ അത്രേ വരുന്നുള്ളൂ. ഫിസിക്കൽ മാർക്കറ്റാണ്, നമുക്ക് നേരിട്ട് പോയിട്ട് സാധനങ്ങൾ വാങ്ങണ്ടും. അപ്പോൾ ദൂര സ്ഥലത്തു നിന്നുള്ളവരൊന്നും ചിലപ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ലെന്ന് വരും. അപ്പോൾ ലിമിറ്റഡ് ജിയോഗ്രാഫിക്കൽ റീച്ചാണ് ഫിസിക്കൽ സ്റ്റോറിനുള്ളത്. ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ സ്റ്റോർ ഹോൾസ്. നമുക്ക് രാവിലെ ഒരു 9 മണി ടു 6 മണി അങ്ങനത്തെ ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈം പീരീഡിൽ മാത്രമേ നമുക്ക് കസ്റ്റമറെ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചലഞ്ച് നിങ്ങൾക്കറിയാം. സാധനങ്ങൾ മാനേജ് ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഷോപ്പിലുള്ള സാധനങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടീസ്, അതിനാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് ഈ കൊമേഴ്സിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസും നോക്കാം. ഇതിൽ പ്രോസ് എന്ന് പറയുന്നത് ഫുൾ കൺട്രോളാണ്. നമ്മൾ ഇൻവെൻറ്ററി ആണെങ്കിലും പ്രൈസിങ് ആയിക്കോട്ടെ, ബ്രാൻഡിങ് ആയിക്കോട്ടെ, എല്ലാം നമ്മളുടെ കൺട്രോളാണ്. കാരണം നമ്മളുടെ വെയർ ഹൗസിൽ നിന്ന് നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്ത പ്രോഡക്റ്റ് അത് നമ്മുടെ ബ്രാൻഡിലാവും കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിച്ചേരുക. പിന്നെ രണ്ടാമത് ക്വാളിറ്റി കൺട്രോളാണ്. അതായത് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തുന്നതിന് മുന്നേ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ടും അതിൻ്റെ ഇൻസ്പെക്ഷനെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതായത് കസ്റ്റമറിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് സാധനം നമ്മൾ ഹോൾസെയിൽ ഡീലറുടെ അടുത്ത് നമ്മുടെ വെയർ ഹൗസിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്വാളിറ്റീനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവും. ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറഞ്ഞാൽ കസ്റ്റമറായിട്ട് ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മുടെ റെഗുലറായിട്ടുള്ള കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ബ്രാൻഡ് ലോയൽറ്റി കഴിയുന്നതാണ്. ഇതിൻ്റെ കോൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഷോപ്പിനെ പോലെ തന്നെ ഹൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. കാരണം വെയർ ഹൗസ്, പ്രോഡക്റ്റ് പർച്ചേസിങ്, ഇൻവെൻട്രി, അതിൻ്റെ വർക്കുകൾ, അങ്ങനത്തെ, പിന്നെ സ്റ്റാഫിനെ ഹയറിങ്, നമ്മുടെ മാനേജ് ചെയ്യാൻ, നമ്മുടെ പാക്കിങ്, പിന്നെ കൊറിയർ സർവീസ് എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ തന്നെയാണ് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് മറ്റ് ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആവും, കുറച്ച് കോസ്റ്റ്ലി ആണ്. ലിമിറ്റഡ് പ്രൊഡക്റ്റ് റേഞ്ച് ആണ്. അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതിക്കനുസരിച്ച് മാത്രമേ നമുക്ക് ഫിസിക്കൽ പ്രോഡക്റ്റ് കൊണ്ടുവയ്ക്കാൻ സാധിക്കുള്ളൂ. ചെറിയ വെയർ ഹൗസൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ അതിൽ നമുക്ക് പ്രോഡക്റ്റ് വെക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രോസും കോൺസും. അടുത്ത നമ്മൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ പ്രോസും കോൺസുമാണ് വരുന്നത്. ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ മെയിനായിട്ട് വന്നത് ലോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ചെറിയ മിനിമം ക്യാപിറ്റൽ കൊണ്ട് മാത്രം നമുക്ക് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നോ ഇൻവെൻട്രി അസറ്റ്സ് ആണ്. അതായത് നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെൻട്രിയുടെ ആവശ്യമില്ല. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇൻവെൻട്രിയുടെ ആവശ്യമില്ല. ഇതൊരു വിർച്വൽ പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി, നമുക്ക് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഒരു റിസ്ക്കും ഇല്ലാതെ വിൽക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ കഴിയും. നമുക്ക് വേറെ ഫിസിക്കലായിട്ട് വാങ്ങിയിട്ട് കെട്ടിക്കിടക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കോൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലിമിറ്റഡ് കൺട്രോൾ മാത്രമേ ഇതിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഷിപ്പിംഗ് നമ്മളല്ല ചെയ്യുന്നത്. പിന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ എണ്ണത്തിനെ പറ്റിയിട്ടോ ഒന്നും നമ്മുടെ കയ്യിലല്ല. അതൊക്കെ ഹോൾസെയിലറുടെ കയ്യിലായിരിക്കും അതിൻ്റെ കൺട്രോളെല്ലാം ഉണ്ടാവുക. നമ്മൾ ജസ്റ്റ് ഇടനിലക്കാരായിട്ട് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഇവരുടെ
ഹോൾസെയിലറുടെയും കസ്റ്റമറുടെയും ഇടയിലുള്ളൊരു ജസ്റ്റ് ഒരു മീഡിയേറ്ററാണ് നമ്മൾ. പിന്നെ മെയിനായിട്ട് വരുന്നൊരു കോസ് എന്താ വെച്ചാൽ ക്വാളിറ്റിയാണ്. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. അത് ഫിസിക്കലി നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ്. പിന്നെ ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ. കാരണം നമ്മൾ പല പല പ്രോഡക്ട്സും പല പല വേരിയൻറ്റ് സപ്ലയർ എടുത്തുനിന്നായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്.